Hello friends, welcome to our channel. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴേക്കും തലേദിവസം മാവ് അരച്ച് വെച്ച് പിന്നെ അത് പുളിച്ചു വരാനായിട്ടൊക്കെ 8-9 മണിക്കൂർ എടുക്കാറുണ്ട്. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ അപ്പമാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ 1 കപ്പ് ആട്ട കൂടെ ചേർക്കുന്നുണ്ട്. ആട്ട ഇല്ലെങ്കിൽ മൈദ ആയാലും മതി. 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറു ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ഈസ്റ്റ് ഇല്ലെങ്കിൽ മാവ് അരച്ച് വെച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്ത് അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാം. ചെറു ചൂടുവെള്ളം ചേർക്കുന്നത് ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് ലൂസാക്കാതെ കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കണം. മാവ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഒരു 1 അവർ മൂടി വയ്ക്കാം. അപ്പോഴത്തേക്കും മാവ് റെഡിയാവും. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഒരുപാട് തിക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. തവ ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പത്തിൽ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. മൂടിയെടുത്ത് നോക്കാം. അപ്പം വെന്തിട്ടുണ്ടാവും. നിറയെ ഹോൾസിൽ നല്ല സോഫ്റ്റ് അപ്പമാണ്. എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി റവ അപ്പം റെഡി ആയിട്ടുണ്ട്. ഏത് സമയങ്ങളിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി അപ്പമാണ്. അരി അരയ്ക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.